ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ തലകളെ വണക്കം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ സ്നേഹം എത്ര മഹത്വമേറിയതും എത്രയോ ശ്രേഷ്ഠവും ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ ഒട്ടിച്ചേർക്കുന്നതുമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിൻ്റെ സ്നേഹത്തിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങളെ അവിടുന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നു. വിട്ടുപിരിയാത്ത നിർമ്മലമായ വിശുദ്ധമായ സ്നേഹത്താൽ ഞങ്ങളെല്ലാം അവിടുന്ന് ശക്തീകരിക്കണമേ. ലോകത്തോടുള്ള അങ്ങയുടെ സ്നേഹം എത്രയോ വലിയതെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് അങ്ങയുടെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തയ്യാറായത് ലോകത്തോടുള്ള അങ്ങയുടെ അടങ്ങാത്ത സ്നേഹം മൂലമാണല്ലോ. ആ സ്നേഹമാണല്ലോ കാൽവറി ക്രൂശിൽ ഞങ്ങൾ കണ്ടത്. ആ സ്നേഹത്തിൻ്റെ തുടക്കം സൃഷ്ടിയിലെ ആരംഭിച്ചു എങ്കിലും ഞങ്ങളെപ്പോലെ ഞങ്ങളിൽ ഒരുവനായി ജീവിക്കുവാൻ അവിടുത്തെ പുത്രനെ ലോകത്തിലേക്ക് അവിടെ നയിച്ചു. ആ ദിവ്യ ശിശുവിൻ്റെ അനുഗ്രഹീത ജനനത്തെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നുവല്ലോ. ആ സന്തോഷം ദിനംതോറും പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ. ബലഹീനമായ ഞങ്ങളുടെ വാക്കുകളും ചിന്തകളുമൊക്കെ അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകുവാൻ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അടിയങ്ങളെല്ലാ കാലവും ഒരുമിച്ച് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടെ ഗുരുകുലത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളച്ചൻ വന്നിട്ട് ആദ്യമാണ് വരുന്നതെങ്കിലും നേരത്തെ ഗുരുകുലത്തിൽ വരികയും ഇതുപോലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും കൊച്ചു ചിന്തകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിനൊരു നല്ല സന്ദർഭം കിട്ടിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം തന്നെ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ ഓർക്കുകയും ആ ജനനത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതിനായിട്ടാണല്ലോ ഇതുപോലെയുള്ള ഈ സന്ധ്യാ ധ്യാനം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്നത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലത്തെ ഈ പ്രാർത്ഥനാവാരം കരുവാറ്റ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ പ്രസംഗകനായിട്ട് മറ്റൊരു വൈദികൻ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വേഗം ഇറങ്ങിപ്പോരാൻ സാധിച്ചു. അവിടെ ഉദ്ഘാടനം ചെയ്തു, ഇവിടെ വചനം പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും അറിയാവുന്ന ആരും അന്യരല്ല, എല്ലാവരെയും അറിയാവുന്നതുകൊണ്ടാണ്. ഒന്നിച്ച് നമ്മൾ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോൾ ദൈവവചനം വായിക്കുകയും ക്രിസ്തീയഗാന കീർത്തനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാവം, അതാണ് നമുക്കിന്ന് വേണ്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ ജനനം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ലോകത്തോടുള്ള അടങ്ങാനാകാത്ത സ്നേഹമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന നേരത്ത് ഒന്നുകൂടെ ആ വാക്യത്തിലേക്ക് എൻ്റെ മനസ്സ് ഒന്നുകൂടെ ഒന്ന് ആഴത്തിൽ പോയ ഉടനെ തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാത്ത നിത്യജീവൻ തക്കവണ്ണം മനുഷ്യനെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ വ്യത്യാസം? കണ്ടോ? ദൈവം സ്നേഹിച്ചത് മനുഷ്യനെ തന്നെയാണോ? അല്ല, ലോകത്തെ സ്നേഹിച്ചെന്നാണ്. എന്നാൽ ആദ്യ ഭാഗത്ത് പറയുന്നത് തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനുമാണ്. അപ്പോൾ ആ ഏവനും എന്ന പ്രയോഗം കൊണ്ട് നമ്മുടെയൊക്കെ ധാരണ ഈ മനുഷ്യൻ്റെ രക്ഷയാണ്
വചനത്തിൻ്റെ ജഡധാരണം കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക് എന്നുള്ള പ്രയോഗമൊക്കെ വളരെ വലുതാണ്. അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. എത്ര വരെ? പുത്രനെ അയച്ചു എന്നുള്ളത് തന്നെയല്ല, കാൽവറിയിൽ അവനെ കാൽവറിക്കുന്നിൻ്റെ മുകളിൽ ഒരു കുരിശിൽ തൂക്കുവാൻ തക്കവണ്ണം, കുരിശ് മരണം അനുഭവിക്കുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ പുത്രനോടായിരുന്നോ സ്നേഹം? ലോകത്തോടായിരുന്നോ? ഞാൻ പറയും ലോകത്തോടാണ്. ലോകത്തോടായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതൊരു പ്രായോഗിക തലത്തിലാണ്, ദൈവശാസ്ത്ര അടിസ്ഥാനത്തിലാണ്. അവിടെ വേർതിരിവുകളില്ല. തൃത്വത്തിലെ 3 ആളത്വങ്ങളും എല്ലാം ചെയ്യുന്നത് ഏക മനസ്സോടും ഏകഭാവത്തോടും കൂടി തന്നെയാണ്. പ്രായോഗികമായിട്ട് മനസ്സിലാക്കുവാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ചുരുക്കത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ്റെ രക്ഷ മാത്രം അല്ല, ലോകത്തിൻ്റെ രക്ഷ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ദൈവപുത്രന്മാരുടെ വെളിപാടിന് വേണ്ടി സൃഷ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. അതായത് ദൈവമക്കളുണ്ടാകാനായിട്ട്, ദൈവപുത്രന്മാരുടെ വരവിന് വേണ്ടി സൃഷ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. ഇനി ആ 2 വാക്യങ്ങളെ ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ, മനുഷ്യൻ നന്നായെങ്കിൽ മാത്രമേ, മനുഷ്യൻ രക്ഷ നേടുന്നെങ്കിൽ മാത്രമേ ആ രക്ഷയിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മോചനം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവപുത്രന്മാരുടെ വരവിന് വേണ്ടി സൃഷ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ വാക്യം വളരെ അർത്ഥമുള്ളതാണ്. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും രക്ഷ നേടുക. എന്തിന്? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ലോകത്തിൻ്റെ രക്ഷ സാർവലൗകികമായി നേടാൻ തൻ്റെ ഏകജാതനെ, ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ അതിന് പ്രതിപകരമായിട്ട്, അല്ലെങ്കിൽ അതിന് റെസിപ്രോക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ രക്ഷയിലൂടെയാണ്, നമ്മുടെ സമർപ്പണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകം രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും അനർത്ഥങ്ങളുണ്ടായാൽ തിരിച്ചു ചിന്തിച്ചോണം. നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ്. അത് ഭൂകമ്പം ഉണ്ടായാലും ശരി, അതല്ല മണ്ണിടിച്ചിലുണ്ടായാലും ശരി, വയനാട്ടിൽ അടുത്ത കാലത്തുണ്ടായ ദുരന്തമാണെങ്കിലും ഒക്കെ ശരി, അതിന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെന്നൊക്കെ സാങ്കേതികമായി പറയുന്നു. സത്യത്തിൽ അത് മനുഷ്യൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ടല്ലേ? ചുരുക്കത്തിൽ മനുഷ്യൻ്റെ രക്ഷയിലൂടെ ലോകത്തെ നേടിയെടുക്കാനായിട്ടാണ് ദൈവം ശ്രദ്ധിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? ഏദനായിരുന്ന ഭൂമി മുള്ളും പറക്കാരയും ഉള്ള അവസ്ഥയിലേക്ക് മാറിയതാര് കാരണമാണ്? ആദ്യ മനുഷ്യരുടെ അനുസരണക്കേട് മൂലമാണ്. ഏകമനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് വന്നു. എൻ്റെ എളിയ ചിന്തയിൽ ഈ ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏതെങ്കിലും പ്രത്യേക ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റിയാണ് എന്ന് കരുതുന്ന ആളല്ല. നമ്മൾ അനേക ആളുകൾ ചിന്തിച്ചിരിക്കുന്ന അങ്ങനെയാണ്. കിഴക്ക് ഏദൻ തോട്ടം ഉണ്ടായിരുന്നു, അതിന് അതിരൊക്കെ ഉണ്ടായിരുന്നു. എത്ര ഏക്കറാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയാണോ? അതല്ല. ഏദനെന്ന് പറയുന്നത് വീഴ്ചയ്ക്ക് മുമ്പുള്ള സൃഷ്ടിയുടെ സ്വഭാവമാണ്. വീഴ്ചയ്ക്ക് മുമ്പുള്ള സൃഷ്ടിയുടെ ഭാവം, അതാണ് ഏദൻ. ശൂന്യതയിൽ ഏദൻ തോട്ടം സൃഷ്ടിച്ച ദൈവം ഏതെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു തോട്ടം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നില്ല. മറിച്ച് ദ എൻറ്റയർ നേച്ചർ ഓഫ് ദ ക്രിയേഷൻ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഏദൻ.
സൃഷ്ടിയുടെ ഭാവമാണ് ഏദൻ. അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ? എല്ലാ ഫലവൃക്ഷങ്ങളുമുണ്ട്, എല്ലാ പൂക്കളുമുണ്ട് എന്നതല്ല, മറിച്ച് ശത്രുതയില്ലായിരുന്നു, യാതൊരു ശത്രുതയില്ലായിരുന്നു. അല്ലേ? മനുഷ്യൻ മൃഗങ്ങളെ വിളിച്ചത് അതിന് പേരായി എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്നെയല്ല, സായാഹ്ന സമയങ്ങളിൽ ഈ സൃഷ്ടാവായ ദൈവം ഈ തോട്ടത്തിൽ ഉലാത്താനായിട്ട് ഒരു സായാഹ്ന സവാരിക്ക് സൃഷ്ടാവ് വരുമായിരുന്നു. തൻ്റെ സ്വരൂപമുള്ള, തൻ്റെ തേജസ്സുള്ള മനുഷ്യനോട് ഇടപെടുമായിരുന്നു. അവിടെ ശത്രുതയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവഭാവത്തിലേക്ക് വളരുന്ന മനുഷ്യനെ ആരും ആക്രമിക്കുകയില്ല. ഒന്നാന്തരം തെളിവല്ലേ ദാനിയേൽ. സമൂഹക്കൂട്ടിലിട്ടിട്ട് വല്ലതും പറ്റിയോ? ഒരു സമൂഹമൊന്നും ചെയ്തില്ല. ഹാനിനിയ തുടങ്ങിയ 4 ഫൈലങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവരെ അഗ്നിച്ചൂളയിലിട്ടു. അഗ്നി വരെ വല്ലതും ചെയ്തോ? കാരണം എന്താ? ദർ ഇസ് നോ എനിമിറ്റി. അവർ തമ്മിൽ ശത്രുത്വമില്ല. കാരണം ദാനിയേൽ മനുഷ്യനായിരിക്കെ ദൈവത്തിൻ്റെ ഭാവത്തിലേക്ക്, അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നു. ചുരുക്കത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചത് ഈ ലോകത്തിൻ്റെ തേജസ്സിന് വേണ്ടിയും മഹത്വത്തിനു വേണ്ടിയും ഏദൻ്റെ അനുഭവം തിരികെ കൊണ്ടുവരുവാനായിട്ടാണ്. ശത്രുത കടന്നു വന്നത് മനുഷ്യൻ്റെ അനുസരണക്കേടും കൊണ്ടാണ്. അല്ലേ? ആ ശത്രുത എങ്ങനെയായിരുന്നു? ആ ശത്രുത എന്താണ്? യഹോവ കൽപ്പിക്കുകയാണ്, സർപ്പത്തോട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ശത്രുതയായി, അന്യോന്യം ശത്രുതയായി. അതുപോലെ തന്നെ സ്ത്രീ പഴിചാരുകയാണ്, പുരുഷൻ പഴിചാരുകയാണ്. അതുവരെ ഇല്ലാത്ത എനിമിറ്റി കടന്നുകൂടി. അതുകൊണ്ട് മനുഷ്യൻ്റെ നവീകരണത്തിലൂടെ മനുഷ്യൻ സ്നേഹത്തിലൂന്നി ദൈവത്തെ തിരിച്ചറിയുന്ന സന്ദർഭത്തിലെ യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിക്ക് മോചനം ഉണ്ടാകുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഒരു മനോഹര പ്രാർത്ഥനയിലെ ഒരു വാക്യമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ പലയിടത്തും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ മാത്രം തിരഞ്ഞെടുത്ത് അടുത്ത കാലത്ത് ദിവംഗതനായ TJ ജോഷുവാച്ചൻ നല്ലൊരു പുസ്തകം എഴുതിയത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ്. അതന്ന് CLS, ഇന്നത്തെ CSS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രാർത്ഥനകൾ എന്ന പേരിൽ. അത് ഈ ലേഖനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ്. നമ്മൾ വേദപുസ്തകം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് തോന്നുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിന്ന് ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യമാണ്. യഥാർത്ഥത്തിൽ 34 മുതലുള്ളത് പ്രാർത്ഥനയാണ്. അതിലവസാന വാക്യം ഞാൻ ഇന്ന് വായിക്കുകയാണ്. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും, അതിന് മുമ്പ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ആദ്യ ഭാഗത്തെ പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടെ പറയാനായിട്ടുള്ള സമയമില്ല. ഇനി അവസാനത്തെ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമുക്കൊന്ന് ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് എടുക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമല്ല, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുക. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ വിസ്ഡം, നോളജ് എന്ന സാധാരണ 2 വാക്ക് പറയാറുണ്ട്. ഈ റിജു അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ അല്ലേ, ക്രിസ്ത്യൻ വിസ്ഡം എന്നാണ്.
ക്രിസ്ത്യൻ നോളജ് എന്നല്ല. ഇച്ചിരി വിവരമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആ വിസ്ഡം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ച്. നോളജ് എന്ന് പറയുന്നത് ഭൗതിക അറിവാണ്. ഈ ലോകത്തെക്കുറിച്ച്, ഫിസിക്കൽ വേൾഡിനെ കുറിച്ചുള്ള നമുക്കുള്ള അറിവാണ് ഈ നോളജ് എന്ന് പറയുന്നത്. വിസ്ഡം അതല്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, അറിവിൻ്റെ ആരംഭം എന്നാണോ? അല്ല. അപ്പോൾ ഈ നോളജ് ആൻഡ് വിസ്ഡം ഇതൊന്നും വലിയ വ്യത്യാസമാണ്. ഇവിടെ ജ്ഞാനവുമല്ല, പരിജ്ഞാനമാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് ജ്ഞാനത്തിൻ്റെയും മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെക്കുറിച്ച് പരിജ്ഞാനമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരാ? മഹാപണ്ഡിതനായിരിക്കും, വലിയ ദൈവശാസ്ത്രജ്ഞനായിരിക്കും അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവല്ല, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനമല്ല, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് നേടിയ ആള് ലോകം കണ്ട വലിയ ദൈവശാസ്ത്രജ്ഞനായിട്ട് തന്നെ മാറണം. നിങ്ങൾക്കൊക്കെ അറിയാം, യേശു ക്രിസ്തുവിനെ, നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ദൈവശാസ്ത്ര വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശാഖയാണ് ക്രിസ്തു വിജ്ഞാനീയം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി. ഞങ്ങളൊക്കെ സെമിനാരിയിൽ എല്ലാവരും പഠിക്കുന്നതാണ് ക്രിസ്റ്റോളജി. എന്തായി ക്രിസ്റ്റോളജി പഠിക്കുന്നത്? ആദ്യം കുറേ കാര്യം, സൺ ഓഫ് ഗോഡ്, ഇങ്ങനെയുള്ള കുറേ പദങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രധാന ചിന്ത ക്രിസ്തു ആരാണ്. പിന്നെ ക്രിസ്തുവിനെ ഇങ്ങനെ ഇൻ്റലക്റ്റ് കൊണ്ട് ഒരു ഇൻ്റലക്ച്വൽ അനാലിസിസിന് തയ്യാറെടുക്കുകയാണ്, ക്രിസ്തുവിനെ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട്. ഇത് മണ്ടന്മാരാണ് നമ്മളെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഞാൻ ആ മണ്ടത്തരം പറയാം. നിങ്ങൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ എല്ലാ സഭകളിലെ ആളുകൾ പഠിക്കുന്ന കൽക്കദോൻ സുന്നോദോസിനെ കുറിച്ച് അല്ലേ? കൗൺസിൽ ഓഫ് കാൽസഡോൺ, കൽക്കദോനിയിലെ സുന്നോദോസ് AD 451 നടന്നതാണ്. ഒന്ന് ഓർത്തോണം, 451 പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ടാണ്. ഈ 5 നൂറ്റാണ്ട് വരെ സഭയിൽ ഭിന്നതയുണ്ടായിരുന്നില്ല. തെറ്റായ ടീച്ചിങ്സ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതല്ലാതെ സഭ 2ആകുകയോ 3ആകുകയോ ചെയ്തില്ല. ലോകത്ത് പല സ്ഥലങ്ങളിൽ ക്രൈസ്തവ സഭ അങ്ങനെ പടർന്ന് പന്തലിച്ചുവെങ്കിലും 5 നൂറ്റാണ്ട് വരെ ഈ സഭയിൽ ഡിവിഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഡിവിഷൻ ഉണ്ടായത് ഈ കൽക്കദോൻ സുന്നോദോസിലാണ്, കൗൺസിൽ ഓഫ് കാൽസഡോണിലാണ്. എന്തിനെക്കുറിച്ചായിരുന്നു അറിയാമോ? യേശു ക്രിസ്തുവിന് എത്ര സ്വഭാവമുണ്ട്. എനിക്കത്, ഞാൻ സെമിനാരിയിൽ ഇടയ്ക്ക് പഠിച്ചതാണ്. അധ്യാപകൻ ഇപ്പം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫീൽഡ് റിലീജിയൻ ആണെങ്കിലും ഇടയ്ക്ക് പിള്ളേരോടൊക്കെ ഇടയ്ക്ക് ക്രിസ്റ്റോളജി അതുമൊക്കെ പറയാറുണ്ട്. അടുത്ത കാലത്ത് ഞാനത് ചിന്തിക്കുമ്പോഴല്ലേ എനിക്ക് വലിയ തമാശ തോന്നുന്നത്. കാര്യം എന്താണെന്ന്, എനിക്ക് പോലും വലിയ നിശ്ചയമില്ല എനിക്ക് എത്ര സ്വഭാവം ഉണ്ടെന്നുള്ളത്. സത്യമാണ്, ഞാൻ ഉള്ള സത്യം പറയാം. എനിക്ക് എത്ര സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് നിശ്ചയമൊന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളോട് കൂടുമ്പോൾ എനിക്കൊരു സ്വഭാവമാണ്. ഈ കയ്യിലെടുക്കുന്ന പൊടിക്ക് ഇങ്ങോട്ട് വരുന്ന വഴി ഞങ്ങളുടെ ഒരു കൊച്ചച്ഛൻ്റെ മോളെ ശീതം, 1 വയസ്സായേ ഉള്ളൂ. അവളെ ഞാൻ തോളത്തെടുത്തുകൊണ്ടിരിക്കുക. അവളെ താടിയെ പിടിച്ച് വലിച്ച് അവസാനം ഒരു താടി അവൾ കിട്ടി. അന്നേരം എനിക്ക് വേറൊരു സ്വഭാവമാണ്. ഈ അനീഷിനെ പോലുള്ള യൂത്തുകാർ വന്ന് എന്നോട് വെറുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്ന വേറൊരു സ്വഭാവമാണ്, അവനറിയാം. അച്ഛന്മാരോട് വേറൊരു സ്വഭാവമാണ്. ആണ്ടിലാണ്ടിൽ തീരുമാനമായിട്ട് പൊന്നൂല് തീരുമ്പോൾ ഞാൻ വളരെ നല്ല കുട്ടിയായിട്ട് യാതൊരു മടിയില്ലാതെ എൻ്റെ ഉടുപ്പൂരി കാണുന്നത് എനിക്ക് തന്നെ നാണം തോന്നുന്നിടത്ത് എന്നെ വിവസ്ത്രനായിട്ട് കിടത്തിയ തിരുമുന്ന ആളാണ്. അവിടെ എനിക്ക് വേറൊരു സ്വഭാവമാണ്. വീട്ടിൽ നിങ്ങളിപ്പോൾ എല്ലാം എന്തും മാന്യരായിട്ട് ഇവിടെ ഇരിക്കുന്നത്, വീട്ടിൽ ചെന്ന ഭാര്യയോടെങ്ങനെയാണ്, മക്കളോടെങ്ങനെയാണ്? ചുരുക്കത്തിൽ നമുക്ക് ആർക്കാ നിശ്ചയം നമുക്കെത്ര സ്വഭാവം ഉണ്ടെന്നുള്ളത്? അങ്ങനെയുള്ള ഈ പൊട്ട മനുഷ്യൻ അന്വേഷിച്ചു ക്രിസ്തുവിന് എത്ര സ്വഭാവമുണ്ട്. അവസാനം എല്ലാവരോടും ഒരു ധാരണയെത്തി, 2 സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്, ദൈവ സ്വഭാവമുണ്ട്. എല്ലാവരും അംഗീകരിച്ചു. അവിടെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഈ സഭ രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് അടുത്ത യുദ്ധത്തിലേക്ക് പോവുകയാണ്.
ഈ രണ്ട് സ്വഭാവം എങ്ങനെ ഒരു വ്യക്തിയിൽ ഒന്നിച്ചു നിൽക്കുന്നത്? അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ബാഹ്യമായിട്ട് ഒന്നെന്ന് തോന്നിയാലും ഉള്ളിൽ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിലെ ടു നേച്ചർ തിയറി. വേറെ കുറച്ച് ചങ്ങാതിമാർ പറഞ്ഞു, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ആൾ ഒന്ന് തന്നെയാണ്. അത് ദൈവത്വവും മനുഷ്യത്വവും കൂടി ഇങ്ങനെ വേർതിരിക്കാനൊക്കാത്തതുപോലെ ചേർന്ന് നിൽക്കുകയാണ്. ആദ്യത്തെ കൂട്ടരെ രണ്ട് സ്വഭാവം രണ്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതിന് അവർ സ്ഥാപിച്ചെടുത്ത് എങ്ങനെയെന്നറിയുമോ? അവർ പറഞ്ഞു, ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് കർത്താവ് ചെന്നപ്പോൾ യേശു കണ്ണീർ വാർത്തു എന്നൊരു വാക്കുണ്ടല്ലോ, യേശു കരഞ്ഞു. അപ്പോൾ യേശുവിലെ മനുഷ്യത്വമാണ് പ്രവർത്തിച്ചത്. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോഴേക്കും ലാസർ ചാടി എഴുന്നേറ്റു. അന്നേരം ആര് പ്രവർത്തിച്ചു? യേശുവിൽ ദൈവത്വം പ്രവർത്തിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഇങ്ങനെ കൂടിച്ചേരാതെ രണ്ടായിട്ട് നിൽക്കുകയാണ് ഇരു സ്വഭാവവാദികൾ. മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു, അങ്ങനല്ല, നമ്മൾ ഇംഗ്ലീഷിലെ വൈ എന്ന അക്ഷരം ഒന്നോർത്തി, ഇങ്ങനൊരു രേഖ ഇങ്ങനൊരു രേഖ ഒരു പോയിന്റ് വന്നിട്ട് താഴോട്ട് വരുന്നു, അതല്ലേ വൈ. അവര് അലക്സാണ്ട്രിയയിലെ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ, അദ്ദേഹം ഒരു സിദ്ധാന്തം ഉണ്ടാക്കി, വൺ നേച്ചർ ഔട്ട് ഓഫ് ടു നേച്ചേഴ്സ്, രണ്ട് സ്വഭാവങ്ങളിൽ നിന്നും കൂടെ ഉണ്ടാകുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് ആ ഒരു സ്വഭാവത്തിൽ ഇത് രണ്ടും ഡിസോൾവ് ചെയ്യാതെ ഒന്നൊന്നിൽ ലയിച്ചു പോകാതെ എന്നാൽ ആർക്കും വേർതിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഇതെന്തുമാവട്ടെ, രണ്ടെന്ന് പറഞ്ഞ പുള്ളികളാണ് കാൽസിഡോൺ തിയോളജി അംഗീകരിച്ച കാൽസിഡോണിയൻ ചർച്ചസ്. അങ്ങനെയല്ല, രണ്ടിൽ നിന്ന് ഒരെണ്ണം ഉണ്ടായി എന്ന് കരുതുന്നവരാണ് നോൺ കാൽസിഡോണിയൻ ചർച്ചസ്. അങ്ങനെ ആദ്യത്തെ ഡിവിഷൻ ഉണ്ടായി 5-ാം നൂറ്റാണ്ടിൽ. ഓർത്തു നോക്കിക്ക്, എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലേ? ഈ സർവ്വലോകത്തെയും ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നവൻ. നമ്മുടെ ക്രിസ്തുമസിൻ്റെ ശുശ്രൂഷകളിലെ പല ഭാഗങ്ങളിലും പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതായത് സകല ലോകത്തെയും ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നവനെ കന്യക തൻ്റെ കൈവെള്ളയിൽ തീർന്നു. അങ്ങനെ ഒരുപാട് പിന്നെ അലങ്കാരികമായിട്ട് പ്രയോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ദൈവത്തെ ക്രിസ്തുവേശുവിന് എത്ര സ്വഭാവമുണ്ട് എന്ന പരിജ്ഞാനമാണ് സത്യത്തിൽ സഭയെ വെട്ടിമുറിച്ചത്. പൗലോസ് പറയുന്നത് എന്താണ്? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ. അപ്പോഴ് ഈ കൊച്ചു ബുദ്ധി കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലേ, ഉണ്ടായതെല്ലാം അവനിലൂടെ ഉണ്ടായത്, വചനത്തിലൂടെയാണ്. അവൻ കൽപ്പിച്ചു, ആ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ വചനത്തിലൂടെയാണ്. ആ വചനം ജഡമെടുത്തതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്ത് ആ കർത്താവിന് എത്ര സ്വഭാവമുണ്ട് എന്നുള്ള ഇന്റലക്ച്വൽ അനാലിസിസിലൂടെ ഒരു ഇന്റലക്ച്വൽ കോംപ്രിഹെൻഷന് ശ്രമിച്ചത് കൊണ്ടുണ്ടായത് എന്താണ്? കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ വെട്ടിക്കീറി. അന്ന് ആദ്യം ഒന്ന് കീറി, പിന്നെ അങ്ങോട്ട് തുടർന്നു. പിന്നെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അക്യുമെൻസൊക്കെ പറയുന്നുണ്ട്, ആരെക്കൊണ്ട് സാധിക്കും ഈ വെട്ടി മുറിച്ചതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാൻ? ഒരു സിദ്ധവൈദ്യ ചികിത്സയും അവിടെ ഫലപ്രദമാകുകയില്ല. അത് സാധിക്കുന്ന ഒരു ചികിത്സയുള്ളൂ. അതാണ് കർത്താവ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹം. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് കേവലം നമ്മുടെ ബുദ്ധിപരമായ ഒരു എക്സസൈസായിട്ട് കാണുന്ന ദൈവശാസ്ത്ര രീതി അക്കാഡമിക് സർക്കിളിൽ നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിനെ അറിയുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചത്.
ലോകത്തിലന്ന് ആരെല്ലാം ഉണ്ട്? യഹൂദനുണ്ട്. ഈ ഭാരതത്തിലാണെങ്കിൽ എത്രയോ മതവിശ്വാസികളുണ്ട്. ക്രിസ്ത്യാനി ഉണ്ടായില്ലെന്നേ ഉള്ളൂ, ഇസ്ലാമും ഉണ്ടായിരുന്നില്ല. സനാതന ധർമ്മമുണ്ട്, ഇവിടുത്തെ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, കാർഷികളുണ്ട്. അങ്ങനെ ലോകത്ത് എത്രയോ മതങ്ങളും എത്രയോ ഭാഷ സംസാരിക്കുന്നവരും എത്രയോ വ്യത്യസ്ത ജീവിതശൈലികളുള്ളവരുമുണ്ട്. അവരെ എല്ലാം സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ദൈവശാസ്ത്രപരമായ അറിവിൻ്റെ ഔന്നത്യത്തിലല്ല നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നത്. ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോകം രക്ഷപ്പെടണമെങ്കിൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് കർത്താവ് തൻ്റെ ജനനത്തിലൂടെ കാണിച്ചു തന്നത്. അതാണ് കർത്താവ് കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള ഓരോ അനുഭവവും അതല്ലേ. ജനിച്ചു വീണത് എന്തോ ഒരു ദയനീയമായ അവസ്ഥയിലാണ്. ഈ മഞ്ഞ് പെയ്യുന്ന അല്ലെങ്കിൽ കൊച്ചിപ്പിടിക്കുന്ന തണുപ്പുള്ള കാലഘട്ടത്തിൽ ഈ ചോരക്കുഞ്ഞിനെ പുതപ്പിക്കാനായിട്ട് ഒരു തുണിക്കഷ്ണം കിട്ടാഞ്ഞ് നമ്മുടെ നിങ്ങൾക്ക് സുറിയാനിയിൽ പെഷീറ്റ എന്നുള്ളത് കേട്ട് കാണുമായിരിക്കും. അതായത് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗ്രീക്കാണെന്ന് നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിൻ്റേത്. ഗ്രീക്ക് കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങിയ ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ സുറിയാനിയിലാണ്. അതാണ് പെഷീറ്റ ബൈബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് കീറ്റുശീലകളെന്ന്, നമ്മുടെ ആരാധനകളിലൊക്കെ കീറ്റുശീലകളെന്നാണ്. എവിടുന്ന് ഈ കീറ്റുശീല കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കന്യാമറിയാൻ പോയ വഴിക്ക് കുറച്ച് പഴന്തുണി കയ്യിലെടുത്തിരുന്നതാണോ? അല്ല. അവൾ ധരിച്ചിരുന്ന യഹൂദ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ വളരെ ഇറുകിയ ഉടുപ്പുണ്ട്, ഇടക്കെട്ടുള്ളത് സ്ത്രീകൾക്ക്. അതിൻ്റെ പുറത്ത് വീണ്ടും അയഞ്ഞൊരു വസ്ത്രമുണ്ട്. അതുകൂടാതെ ശിരസ് മൂടുവാനായിട്ട് വളരെ നീണ്ട, അത് കുറേയേറെ ഇറങ്ങിക്കിടക്കുന്ന രീതിയിലാണ്. തൻ്റെ വസ്ത്രത്തിൽ നിന്നും തുണി അല്പം കീറിയെടുത്തു. അങ്ങനെയാണ് കീറ്റുശീലകളെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ കീറ്റുശീലകൾ കൊണ്ട് ആ കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ പൊതിഞ്ഞത്, കൊണ്ട് കിടത്തിയത് പശുത്തൊട്ടിയിൽ. എന്തോ ഒരു ദൈന്യതയാണ്, എന്തോ ഒരു ദീനാനുഭവത്തിലൂടെയാണ് കർത്താവ് പോയത്. പിന്നെ അങ്ങോട്ടെല്ലാം ഇതാ അല്ലേ. എന്നാൽ കന്യകയ്ക്കോ ലോകം മുഴുവൻ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മാലാഖ ആശംസിച്ചത് വലിയൊരു ആശംസയായിരുന്നു. എല്ലാ തലമുറയും നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പക്ഷേ എവിടെ ആ കന്യക ഭാഗ്യം അനുഭവിച്ചത്? ജനനം മുതൽ, ഈ കുഞ്ഞിൻ്റെ ജനനം മുതൽ കഷ്ടപ്പാടാണ്. ഇടയ്ക്ക് പേടിച്ച് മിസ്രൈം നാട്ടിലേക്ക് ഓടുന്നു, കുറേ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അന്നേരം ഭരിക്കുന്ന സഹോദരനാണ്, ക്രൂരനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വീണ്ടും ഗലീലായിൽ തന്നെ, നസറേത്തിൽ തന്നെ പാർക്കുന്നു. അത് കഴിഞ്ഞ് ഈ പയ്യൻ നടന്നു വന്നു. ആദ്യമേ അനുസരണക്കേട ഒന്നിച്ച് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാതെ അവിടുത്തെ നേതാക്കന്മാരോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. അന്നേരം ചെന്ന്, മോനെ നീ എന്തോ ഈ പണി കാണിച്ച് ഇത്രയും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമായിരുന്നോ? അതും കഴിഞ്ഞ് ഒരു തൻ്റെടിയായിട്ട് കുറേ നാൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഊരി ചുറ്റി ഇങ്ങനെ ഒരു വണ്ടറിങ് അസറ്റിക്കായിട്ട് ഒരു തലതിരിഞ്ഞവരെ പോലെ ചുറ്റിക്കറങ്ങി. നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യയിൽ വന്നോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നെനിക്കറിയാം, കിഴക്കൻ നാട്ടിൽ വന്നിട്ടുണ്ട്, പൗരസ്ത്യ ദേശത്ത് വന്നിട്ടുണ്ട്. കാരണം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രം പൗരസ്ത്യ ദേശമാണ്. അതിൽ ഭാരതവും പെടും. തന്നെയല്ല, കർത്താവിൻ്റെ ഉപമകളിൽ ചിലതൊക്കെ ബുദ്ധൻ്റെ രചനകളിലുണ്ട്. യേശുരാനേക്കാളും ഒരു 600 വർഷം മുമ്പ് ജീവിച്ചാണ് ബുദ്ധൻ. ബുദ്ധൻ്റെ ചില എഴുത്തുകളിൽ, ഈ വെറുതെ പറയുന്നതല്ലേ, ഞാൻ പഠിച്ച മേഖലയാണ്. ബുദ്ധൻ്റെ രചനകളിലുള്ള ചില, ഉദാഹരണത്തിന് വയലിലെ താമരയെ നോക്കുക, ആകാശത്തിലെ പറവകളെ നോക്കുക, ഇതൊക്കെ ബുദ്ധൻ്റെ റൈറ്റിങ്സിലുള്ള സംഗതികളാണ്. അപ്പോൾ ന്യായമായിട്ടും ഈ ദേശത്തുമൊക്കെ കർത്താവ് വന്നു കാണും. ചുരുക്കത്തിൽ യൗവനകാലത്ത് ഒരു നാടോടിയായിട്ട് ഇങ്ങനെ ഒരു വണ്ടറിങ് അസറ്റിക് നടന്നു, തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടും മര്യാദയ്ക്കാണോ ജീവിക്കുന്നത്? നേതാക്കന്മാർ എന്തു പറയുന്നു? അതിന് ഘടകവിരുദ്ധം.
കൊള്ളരുതാത്തൊരു സ്ത്രീ എന്ന നാട്ടുകാരെല്ലാം കൂടെ മുദ്ര കുത്തി ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവന്നു. ന്യായപ്രമാണം അനുസരിച്ചാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. മോശ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരു ഞങ്ങളിവിടെ കയ്യോടെ പിടികൂടിയതാണ്. മോശ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തോ ചെയ്യണം? വളരെ ബുദ്ധിയോടെ പറഞ്ഞു, നിങ്ങൾ ക്യൂ ആയിട്ട് എറിഞ്ഞു, എല്ലാം കൂടെ ഒന്നിച്ചേട്ടാ. അതിനൊറ്റ ക്യൂ നിശ്ചയിക്കണമെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്നീ ഏജ് അല്ലേ? ഇവിടെ പറഞ്ഞു പാപം ചെയ്യാത്തത് അങ്ങനെ ഒരു പാപം ചെയ്യാത്ത ആൾ ആദ്യം നിൽക്കുക, രണ്ടെണ്ണേ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നിൽക്കുക, ഒരുപാട് ചെയ്തോ മുറയിൽ നിന്നു, എന്നിട്ട് എറിഞ്ഞു. ഒരുത്തനെയും കണ്ടില്ല. തകഞ്ഞെടുത്ത് നോക്കി, വിളിച്ചു കണ്ട മകളെ അല്ലേ? 28 അല്ലെങ്കിൽ 30-31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 10-22 വയസ്സുള്ള ഒരു പെണ്ണിനെ ഇന്ന് മകളെ എന്ന് വിളിക്കുമോ? ഇല്ല. ഒരു സാർവലൗകിക പിതൃത്വം കർത്താവ് ഏറ്റെടുക്കുകയായിരുന്നു ഈ കൊച്ചുപ്രായത്തിൽ. ഇതൊന്നും യഹൂദർക്ക് സഹിക്കുകയില്ല. ഇതൊക്കെ ഈ അമ്മയെ അറിയുന്നുണ്ട്. നാട്ടുകാർ ചീത്ത വിളിക്കുന്നതും മത നേതാക്കൾ ഉപദ്രവിക്കുന്നതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ അമ്മ വീണ്ടും യാത്ര ചെയ്യുന്നുണ്ട് കാൽവറിക്കുന്നോളം. അവിടെ കണ്ടതെല്ലാം ഹൃദയം ഭേദിക്കുന്നതാണ്. വൃദ്ധനായ ശീമോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടന്നു പോകും. പക്ഷെ ഞാൻ കണക്ക് കൂട്ടിയിട്ട് 1000 വാളല്ല, 1000 കൂരമ്പുകൾ ആ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ തൻ്റെ പുത്രൻ്റെ നൊമ്പരത്തെ കണ്ടു. പക്ഷേ മാലാഖ വിളിച്ചത്, കൃപ നിറഞ്ഞവളെ, നീ തലമുറകൾ നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നതൊക്കെയാണ്. ചുരുക്കത്തിൽ ഈ കഷ്ടപ്പാടുകളെല്ലാം കന്യകയ്ക്ക്, നമ്മളെല്ലാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ ഈ അമ്മയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അമ്മ അനുഭവിച്ച വേദനകളെക്കുറിച്ചൊക്കെ. പക്ഷേ എങ്ങും പരാതി ഉണ്ടായിരുന്നില്ല. ഇത് നല്ല മനോഹരമായൊരു പ്രയോഗമുണ്ട്. മറിയോ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് സ്ത്രീത്വത്തിൻ്റെ മഹത്വം. ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിക്കാൻ കഴിയുന്ന നമ്മൾ സ്ത്രീ. ഇനി നിങ്ങൾ ഓരോരുത്തരും നിശ്ചയിച്ചോ നിങ്ങൾ ഏത് കാറ്റഗറി വരുമെന്നുള്ളത്. അങ്ങനെ നൊമ്പരത്തിലൂടെ തൻ്റെ പുത്രനെ കണ്ട്, തൻ്റെ പ്രവൃത്തിയിലൂടെ വേദനിക്കുന്ന അമ്മയെ കണ്ട് വരുന്നൊരു ക്രിസ്തു. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് സകല പരിജ്ഞാനത്തെക്കാളും വലിയത്. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ തത്വശാസ്ത്രങ്ങൾക്കൊക്കെയില്ല. നമ്മളെത്ര വലിയ ദൈവശാസ്ത്രം ഉണ്ടാക്കിയാലും, ഞാൻ PhD ചെയ്തത് അദ്വൈത വേദാന്തത്തിലാണ്. അദ്വൈതം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയിലെ അല്പം കട്ടിയുള്ള ഒരു ദർശനമാണ്. ആ ദർശനങ്ങളൊക്കെ അതുപോലെ മറ്റ് ദർശനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഫിലോസഫിക് കണ്ണുകൾക്കുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. വിശ്വാസത്തെ തൽക്കാലം ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഇന്ത്യൻ ദർശനങ്ങളും നമ്മുടെ ക്രൈസ്തവ ദൈവശാസ്ത്ര സംഗതികളൊക്കെ പഠിക്കാൻ നോക്കിയാൽ ഇതിൻ്റെ അടുത്തത് വരികയില്ല. അതുകൊണ്ട് തത്വചിന്തയിലൂടെയും ദൈവശാസ്ത്രത്തിലൂടെയും അല്ല യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ടും അത് നേരത്തെ മനസ്സിലാക്കിയ പൗലോസ് പറഞ്ഞു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം. ആ സ്നേഹമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെറിയ പുൽക്കൂട്ടിൽ വന്ന് കിടക്കാൻ അവനെ ഇടയാക്കിയത്. ആ സ്നേഹത്തിൻ്റെ പാരമ്യം എവിടായിരുന്നു? കാൽവറിക്കുന്നിൽ. ആ യാത്ര മുഴുവൻ എന്തായിരുന്നു? തൻ്റെ ക്രിസ്തുമസിൻ്റെ ദിനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കർത്താവ് ദുഃഖിച്ചതായിട്ടാകെ നമ്മൾ കണ്ടത് ഈ ലാസറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നിനെക്കുറിച്ചും കർത്താവ് സങ്കടപ്പെട്ടതായിട്ട് എങ്ങും എഴുതിയിട്ടില്ല. സങ്കടപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ദ എൻ്റയർ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, എൻ്റയർ ലൈഫ് ഓഫ് ജീസസ് എന്തായിരുന്നു?
വാസ് ഡേയ്സ് ഓഫ് ക്രിസ്മസ്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ നാൾ മാത്രമല്ല യഥാർത്ഥത്തിൽ ക്രിസ്തുമസ്. ക്രിസ്തുമസ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. കാരണം എന്താണ്? ദൈവസ്നേഹം വെളിവാക്കിയ സംഭവമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അങ്ങ് പാരമ്യം കാണുന്നത് കാൽവറി കുന്നിലുമാണ്, കാൽവറി ക്രൂശിലുമാണ്. എന്തോ ഒരു അത്ഭുതമാണ്. ഓരോ സംഭവം നമ്മൾ ഞാൻ ധ്യാനിക്കുകയാണെങ്കിൽ ഈ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് ആ ചങ്ങാതിയും നാട്ടുകാരും പടയാളികളും ഒക്കെ എന്തെല്ലാം വേണ്ടാതിനങ്ങളാണ് പറയുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, എനിക്ക് ഈ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം ആക്രമിക്കപ്പെടുന്നത് മെത്രാസന്മാരാണ്. അതെല്ലാ സഭയിലും അങ്ങനെ തന്നെയാണ്. എന്നെ ഇഷ്ടം പോലെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഒക്കെ ചിലപ്പോൾ വിഷമം തോന്നും, ചിലപ്പോൾ പോകണമെന്ന് പറയും. പക്ഷേ കർത്താവിൻ്റെ സ്ഥിതിയോ അന്ന് ഇതൊന്നുമില്ലെങ്കിലും വേണ്ടാതിനങ്ങൾ മുഴുവൻ പറഞ്ഞു വെച്ചു. പീലാത്തോസിൻ്റെ അരമനെ അതും കഴിഞ്ഞ് പടയാളിയും അവൻ്റെ ചെള്ളക്കടിക്കുന്നത്, കന്നത്തടിച്ചത്, മിണ്ടാതിരുന്നതിന് അന്നേരവും അദ്ദേഹം മിണ്ടാതിരുന്നു. നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് അവൻ മൗനിയായിരുന്നു എന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ക്രിസ്തു മൗനിയായിരുന്നു. എന്നാൽ ഒരു ഇംഗ്ലീഷ് വേർഷനിൽ സൈലൻസ് എന്നുള്ളതല്ല, ഹി നെവർ ലൂസ് ഹിസ് പീസ് ഓഫ് മൈൻഡ്. തൻ്റെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത അവൻ കളഞ്ഞില്ല. അപ്പം മൗനിയായിരിക്കുക എന്നുള്ളതല്ല, ഹൃദയത്തിൻ്റെ സ്വസ്ഥത കളയാതിരിക്കുക, അതാണ് കർത്താവ് ചെയ്തത്. എന്നിട്ട് വീണ്ടും കാൽവറിയിലേക്ക്. അപ്പോൾ എന്തുമാത്രം ദുഃഖകരമായ അനുഭവമായിരുന്നു അവൻ്റെ ലൈഫ് ലോങ് ക്രിസ്മസ് ഡേയ്സ്. ആ ക്രിസ്തുമസിൻ്റെ മഹാ ഉത്സവം നമ്മളും അങ്ങനെ ഒരാഴ്ചത്തെ ധ്യാനം, 25 നോമ്പ്, അതെല്ലാം കഴിഞ്ഞ് നോമ്പൊക്കെ കഴിഞ്ഞ് ഭയങ്കര ആഘോഷമാണ്. അത് ഓരോരുത്തരുടെ ശൈലി അനുസരിച്ച് എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നെന്ന് ഓരോരുത്തർക്കറിയാം, ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ ക്രിസ്തുമസിൻ്റെ പൂർണ്ണത, ആ സെലിബ്രേഷൻ കാൽവറിയിലായിരുന്നു. ആ കാൽവറിയിൽ എന്തുമായിരുന്നു? കാൽവറിയിൽ ആ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം കണ്ടു. അദ്ദേഹം പറഞ്ഞു, പിതാവേ ഇവരോട് അങ്ങ് ക്ഷമിച്ചേരും. എന്തായി പുള്ളികൾ ചെയ്യുന്നതെന്ന് ഇവർക്ക് വലിയ വിവരമൊന്നുമില്ല. ഇവരെന്ത് ചെയ്യുന്നു എന്നറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിച്ചേരാം. സത്യത്തിൽ ആ പ്രാർത്ഥനയെന്ന് പറയുന്നതേ നമ്മളെല്ലാം വായിക്കുമ്പോൾ കരുതുന്നത് ഈ പടയാളികളും യഹൂദ മത നേതാക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെയല്ല. എൻ്റെ എളിയ ചിന്തയിൽ ദ ഗ്രേറ്റ് ഇന്റർസെഷൻ, ലോകം ഇന്നയോളം കേട്ടിരിക്കുന്ന ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഏതാണ്? ഉത്തരം ഇതാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണം. അവിടെ ഇവർ എന്ന് പറയുന്നത് ഈ പടയാളികളും അവിടെ കൂടിയ യഹൂദ മത നേതാക്കളുമല്ല. ദ എൻറ്റയർ വേൾഡ്, ദ എൻറ്റയർ ക്രിയേഷൻ, ദ എൻറ്റയർ ഹ്യൂമാനിറ്റി, സർവ മനുഷ്യരും അവർക്ക് വേണ്ടിയാണ് മധ്യസ്ഥത. കൽവറിയിലെ ആ മധ്യസ്ഥതയാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് രക്ഷ കൊടുത്തത്. അല്ലാതെ കർത്താവ് കുരിശിൽ തൂങ്ങി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതല്ല. ഒറ്റ പ്രാർത്ഥനയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കുക. കാരണം എന്താ? അത് പറയാൻ തക്കവണ്ണം തൻ്റെ ജനനം മുതൽ അദ്ദേഹം ക്രിസ്തുമസ് ആഘോഷിച്ചു വരികയാണ്. ആ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ അവസാന ഔന്നത്യത്തിലാണ് അദ്ദേഹത്തിന് ഇത് ഒരു മഹൽ പ്രാർത്ഥനയായിട്ട് ലോകത്തിന് വേണ്ടിയുള്ള വലിയ മധ്യസ്ഥത, ദ ഗ്രേറ്റ് ഇന്റർസെസറി പ്രയർ, അതാണ് അദ്ദേഹം നടത്തിയത്. അത് കഴിഞ്ഞു തല നേരെ നിൽക്കുന്നില്ലല്ലോ, ഇങ്ങനെ കുരിശിൽ തൂങ്ങിക്കിടക്കുകയല്ലേ, തല താഴോട്ടാണ്. പെട്ടെന്നാണ്, അധികമാരും ഓടില്ല, രണ്ടുപേരെ കണ്ടു, അമ്മയെ കണ്ടു, യോഹന്നാനെയും കണ്ടു. ആ സ്നേഹം വീണ്ടും ഒഴുകുകയാണ്. അമ്മയോട് പറയുകയാണ്, അമ്മേ ഇതാ നിന്റെ മകൻ. അവനോട് പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. സത്യത്തിൽ
ഒരു സാർവലൗകിക മാതൃത്വവും ഒരു സാർവലൗകിക പുത്രത്വവും ഉടലെടുക്കുകയായിരുന്നു. യോഹന്നാന്റെ സ്ഥാനത്താണ് നമ്മൾ ഓരോരുത്തരും. മറിയുടെ സ്ഥാനത്താണ് നമ്മൾ ഓരോരുത്തരും. ഇഫ് വി ആർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ക്രോസ്, കുരിശിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരും മറിയയും യോഹന്നാനുമാണ്. അവിടെയാണ് ക്രിസ്തീയ ദൗത്യം. അവിടെയാണ് ക്രിസ്തീയ ദൗത്യം. കർത്താവ് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ ചൂണ്ടല് എൻ്റെ നേരെ, നിങ്ങളുടെ നേരെ, നമ്മുടെ നേരെ, വരുവാനുള്ള തലമുറയുടെ നേരെ അത് തിരിച്ചറിഞ്ഞവരാണ് നല്ല മിഷണറിമാരായിട്ട് നാടും വീടും വിട്ട് ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സഹോദരനാണ്, എൻ്റെ മകനാണ് എന്ന ബോധ്യത്തോടെ സർവ്വലോകത്തും ഈ ദിവ്യദൂത് അറിയിക്കുവാനായിട്ട് പോയത്. ഇന്നത്തെ നമ്മുടെ മിഷണറി ആക്ടിവിറ്റിയിൽ ഈ ഒരു ദർശനം നമുക്ക് കിട്ടാറുണ്ടോ? നമുക്ക് സഭയിലേക്ക് ആളെ കൂട്ടണമെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ 10 വീട് വെച്ച് കൊടുത്തു, 50 വീട് വെച്ച് കൊടുത്തു. ഞാനങ്ങ് തുറന്ന് പറയുകയാണേ, ഞാൻ റെക്കോർഡ് ചെയ്യുന്ന, ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്, കുഴപ്പമാണ്. എൻ്റെ സഭയെക്കുറിച്ച് പറയാൻ കാരണം ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരെ എനിക്ക് വിശ്വാസം, നാളെ എന്താ വരുന്നത് നമുക്കറിഞ്ഞൂടാ. ആണ് ഞാൻ പിൻവലിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ചാരിറ്റി ചെയ്യുക, ഒന്നാം തരം സൂത്രപ്പണി. അത്രയും കൂടി നിർത്തുക. പ്രസംഗമല്ലേ സഭയെക്കുറിച്ചുള്ളത്, എല്ലാ സഭയുടെയും. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ ഇന്നത്തെ കാലത്ത് എത്ര രൂപ ചെലവ് വരും? സാധാരണ ഗതിയിൽ ഒരു മോനമാലയിലും കൊടുക്കണ്ടായോ? ഇപ്പം 50,000 രൂപയാണ്. ഒരു 10 പേരെ വിളിച്ച് എന്തെങ്കിലും സദ്യയോ കൊടുക്കണ്ടായോ? എങ്ങനെ വന്നാലും 1,00,000 രൂപയെങ്കിലും വരികയല്ലേ? എന്നിട്ടൊരു 50,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് 500 പെൺപിള്ളേരെ ഞങ്ങൾ കെട്ടിച്ചു. എന്തോ വലിയ കാര്യമാണ്. ഇതല്ല വേണ്ടത്. അടിസ്ഥാനപരമായ ചിന്ത എന്താണ്? ക്രൂശിന്റെ ചുവട്ടിലാണെങ്കിൽ ഇത് നിന്റെ അമ്മ, ഇത് നിന്റെ മകൻ. അത് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരെ കൊണ്ടേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് നടക്കേണ്ട ക്രൈസ്തവ മിഷന്റെ അടിസ്ഥാനം ഈ ആശയം തന്നെയായിരിക്കണം. ഒരു യൂണിവേഴ്സൽ മദർഹുഡ്, യൂണിവേഴ്സൽ സൺഷിപ്പ്. ആ സ്ത്രീയുടെ അടുക്കൽ ഒരു സാർവലൗകിക പിതൃത്വം കർത്താവ് ഏറ്റെടുത്തതുപോലെ കാൽവറിയുടെ ചുവട്ടിൽ കാണുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഈ ദൗത്യവും കഴിഞ്ഞപ്പോഴാണ് സകലതും പൂർത്തിയായി. മിഷൻ ഈസ് ഓവർ. ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം എന്താണ്? ലോകത്തെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. പിതാവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു, ലോകം രക്ഷപ്പെടാനായിട്ട്. അതിനുവേണ്ടി കാൽവറിയിൽ അവൻ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണം. അത് ക്രൂശിച്ച പടയാളികൾക്ക് വേണ്ടിയല്ല, ദ എൻറ്റയർ വേൾഡ്, ദ എൻറ്റയർ ക്രിയേഷൻ, എല്ലാവരുടെയും പാപം മോചിതമായത് ആ ഒറ്റ വാർത്തയിലാണ്, ആ ഒറ്റ പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥന ചൊല്ലുന്ന നേരത്ത് രക്തം വാർന്നൊഴുകിക്കൊണ്ട് തന്നെയാണത് ചൊല്ലിയത്. അതാണ് ഗ്രേറ്റ് ഇന്റർസെഷൻ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്താണ്? അത് പൗലോസ് പറയുകയാണ്, പരിജ്ഞാനത്തെ വെല്ലുന്ന ക്രിസ്തുവിൻ സ്നേഹം. പരിജ്ഞാനത്തെ വെല്ലുന്ന ക്രിസ്തുവിൻ സ്നേഹം. അടുത്ത വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആ ക്രിസ്തുവിൻ സ്നേഹം, പരിജ്ഞാനത്തെ വെല്ലുന്ന ക്രിസ്തുവിൻ സ്നേഹം അനുഭവിച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരും. ദൈവത്തിൻ്റെ നിറവോളം നമ്മൾ നിറയുക. അതാണ് പൗരസ്ത്യ സഭ ദൈവീകരണം അല്ലെങ്കിൽ ഡെയിഫിക്കേഷൻ അല്ലെങ്കിൽ തെയോസിസ് എന്നൊക്കെയുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ പോലെ ആയിത്തീരുക, ദൈവമായി തീരുക. അതാണ് നമ്മുടെ വിളി, ദൈവമായി തീരുക. പൗലോസ് പറയുകയാണ്, ഈ ക്രിസ്തു സ്നേഹം അറിഞ്ഞാൽ പരിജ്ഞാനം കൊണ്ട് നടക്കുകയില്ല. ക്രിസ്റ്റോളജിയിൽ 2 PhD എടുത്തുകൊണ്ടോ റിലീജിയനിൽ PhD എടുത്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല.
അതൊക്കെ കുറേ കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾക്ക് പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ നിറവിനോളം നിറയണമെങ്കിൽ ക്രിസ്തു സ്നേഹത്തിൽ നമ്മൾ നിറയണം. ആ ക്രിസ്തു സ്നേഹമാണ് ക്രിസ്തുമസ്. ആ ക്രിസ്തുമസിൻ്റെ ദിനങ്ങൾ 25 ദിവസങ്ങളല്ല, മറിച്ച് അവൻ്റെ കാൽവറിയിലെ യാഗം വരെയുള്ള ദിവസങ്ങളായിരുന്നു അവൻ്റെ ക്രിസ്തുമസ് ഡേയ്സ്. അവിടെ നടത്തിയ ആ മഹാപ്രാർത്ഥനയും ലോകത്തെക്കുറിച്ചുള്ള കരുതലുമായിരുന്നു അവൻ്റെ സെലിബ്രേഷൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.